ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏഞ്ചൽ സെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ ഉലർത്തിയതാണ്. അതിനാവശ്യമായി 2 കപ്പ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. കയ്പില്ലാത്ത കപ്പ വേണം നമ്മളിതിനെ ഉപയോഗിക്കാൻ. ഇനി നമുക്ക് ഈ കപ്പയൊന്ന് പുഴുങ്ങിയെടുക്കാം. അതിനായി ഒരു പാത്രത്തിൽ കുറേ വെള്ളം ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കപ്പ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി കപ്പ ഉലർത്താൻ ആവശ്യമായി 3-4 ചെറിയുള്ളി ചതച്ചത്, 2-3 വറ്റൽമുളക് ചതച്ചത്, 1 കപ്പ് തേങ്ങ ചിരകിയത്, 2 തണ്ട് കറിവേപ്പിലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഉലർത്തിയെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചതച്ചെടുത്ത ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ചതച്ചെടുത്ത വറ്റൽമുളക് കൂടെ ഇതിലേക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയതൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. കപ്പയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തത് കൊണ്ട് അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് പുഴുങ്ങിയെടുത്തിരിക്കുന്ന കപ്പ ചേർത്തൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് കപ്പ ഇട്ടതിന് ശേഷം വേണമെങ്കിലും തേങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണിത്. അങ്ങനെ നമ്മുടെ കപ്പ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, മീൻകറി കൂട്ടി കഴിക്കാനും ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ കപ്പ ഉലർത്തിയത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.